കെനിയയുടെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പേരിൽ തന്നെ ഭയം നിറഞ്ഞ ദ്വീപ്. തദ്ദേശീയ ഗോത്രഭാഷയിൽ തിരിച്ചുവരവ് അസാധ്യം എന്നർത്ഥം വരുന്ന എൻവൈറ്റനെറ്റ് ദ്വീപ്. കഥകൾ പറയുന്നത് ഈ ദ്വീപ് നൂറ്റാണ്ടുകളായി മനുഷ്യരെ അകറ്റുന്ന, കയറിയാൽ തിരിച്ചു വരാൻ പറ്റാത്ത ശപിക്കപ്പെട്ട സ്ഥലമാണെന്നാണ്. ഈ കെനിയൻ ദ്വീപിൽ ഒരു തദ്ദേശീയ ഗോത്രം താമസിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് ചുറ്റുമുള്ള ലോകം അങ്ങേയറ്റം വിചിത്രമായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ തദ്ദേശവാസികൾ പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ദ്വീപിലെ കല്ലുകളും സസ്യങ്ങളും തുടർച്ചയായി അപ്രത്യക്ഷമാവുകയും മറ്റു സ്ഥലങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അമാവാസി കഴിഞ്ഞാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു അലർച്ച കേൾക്കും. അസംതൃപ്തമായ ആത്മാക്കളാണ് ഇതിനു പിന്നിലെന്ന് അവർ വിശ്വസിച്ചു. നാട്ടുകാർ അവകാശപ്പെടുന്നത് ഈ ദ്വീപിൽ പ്രേതങ്ങൾ വസിക്കുന്നുണ്ടെന്നാണ്. മനുഷ്യരൂപത്തിലുള്ള അർദ്ധസുതാര്യമായ ജീവികൾ. ഇവയെ കണ്ടുമുട്ടിയാൽ ആർക്കും താൽക്കാലിക പക്ഷാഘാതം വരും. ദിവസങ്ങളോളം അനങ്ങാതെ കിടന്ന് ക്ഷീണം കൊണ്ട് മരിച്ചു പോകാൻ പോലും സാധ്യതയുണ്ട്. വേട്ടയാടൽ, മത്സ്യബന്ധനം എന്നിവ നടത്തി ഭൂപ്രദേശങ്ങളിൽ പതിവായി വ്യാപാരം ചെയ്യാൻ വന്നിരുന്ന എൻവൈറ്റനെറ്റിലെ നിവാസികളെ പെട്ടെന്ന് കാണാതായി. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആശങ്കാകുലരായ 2 തദ്ദേശീയ പുരുഷന്മാർ ദ്വീപിലേക്ക് പോയി. അവർ അവിടെ എത്തിയപ്പോൾ കണ്ടത് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമം. അവശേഷിച്ചത് കത്തി നശിച്ച കുടിലുകൾ, ചീഞ്ഞളിഞ്ഞ മത്സ്യങ്ങൾ. ഭയന്നുപോയ അവർ ഇനിയൊരിക്കലും അങ്ങോട്ട് വരില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. ഒരു ഗോത്രം മുഴുവൻ കൂട്ടത്തോടെ ഒരു സൂചനയും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായി. ഇംഗ്ലീഷ് പരിവേഷകനായ സർ വിവിയൻ ഫ്യൂച്ചിന്റെ പര്യവേഷണം 1935 കെനിയയിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 2 സഹപ്രവർത്തകരായ മാർട്ടിൻ ഷെഫ്ലിസും ബിൽ ഡൈസണും ഈ ദ്വീപിലേക്ക് പുറപ്പെട്ടു. 15 ദിവസം കഴിഞ്ഞിട്ടും 2 ശാസ്ത്രജ്ഞരും തിരിച്ചെത്തിയില്ല. രക്ഷാസംഘത്തെ അയച്ചെങ്കിലും ശാസ്ത്രജ്ഞരുടെ ഒരു സൂചന പോലും ലഭിച്ചില്ല. പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട ഒരു ദ്വീപ് മാത്രമായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. ഒരു ഗോത്രത്തെ പൂർണ്ണമായി വിഴുങ്ങുകയും ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കുകയും ചെയ്ത ആ ശക്തി എന്താണ്? എൻവൈറ്റനെറ്റ് ഇപ്പോഴും അതിന്റെ രഹസ്യങ്ങൾ ഒളിപ്പിക്കുകയാണോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.